ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഡർട്ടി ബിസിനസ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ വേറെ ഒന്നല്ല, നമ്മുടെ വീട്ടിലെ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് കേട്ടോ. അപ്പം ഇവിടെ UK വേസ്റ്റ് മാനേജ്മെന്റ്, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലല്ലാതെ പുറത്തേക്ക് ഇറങ്ങും മിക്ക കൺട്രീസിലും തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പം ഇന്നിപ്പോൾ ബുധനാഴ്ച ഒരു വൈകുന്നേരം കേട്ടോ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേക്കാം. അപ്പോൾ ഓരോ റീജിയണിലേക്ക് വേസ്റ്റ് എടുക്കാനായിട്ട് ഓരോ ദിവസമായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു റീജിയൻ, നമ്മുടെ ഒരു ഏരിയയിലെന്ന് വന്നിട്ടുണ്ടെങ്കിൽ വ്യാഴാഴ്ച ഏർലി മോർണിംഗ് അവർ വേസ്റ്റ് എടുക്കാനായിട്ട് വരും. അപ്പോൾ ബുധനാഴ്ച നമ്മൾ രാത്രി തന്നെ വേസ്റ്റ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്തെടുത്ത് വെക്കാറുണ്ട്. കാരണം വ്യാഴാഴ്ച അത്ര രാവിലെ അവർ വരുന്ന അത്ര രാവിലെ എണീറ്റ് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ബുധനാഴ്ച വൈകുന്നേരം തന്നെ നമ്മുടെ വേസ്റ്റ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവെക്കാറുണ്ട്. അപ്പോൾ വേസ്റ്റ് സെപ്പറേറ്റ് ആക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അപ്പോൾ നേരത്തെ ഒന്നും ഞാൻ വന്ന സമയത്ത് ഞാനായിരുന്ന ഒരു സ്ട്രീറ്റിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ വേസ്റ്റും കൂടെ ഒരു ബിന്നിലാക്കി തന്നെ കൊടുത്തു വിടുകയോ ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മൊത്തത്തിൽ തോന്നുന്നു റൂള് നമ്മുടെ സ്വിൻഡന്റെ റൂളൊക്കെ ഒന്ന് ക്രമീകരിച്ച് അവർ ഓരോ വേസ്റ്റും സെപ്പറേറ്റ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അത് UK എല്ലാ സ്ഥലങ്ങളിലും തന്നെ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫുഡ് വേസ്റ്റ്, റീസൈക്കിൾ ചെയ്യാനുള്ള വേസ്റ്റുകൾ, അങ്ങനെ ജനറൽ വേസ്റ്റ്, പേപ്പർ വേസ്റ്റ്, അങ്ങനെ ഓരോ സാധനങ്ങളും സെപ്പറേറ്റ് ആയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ജനറൽ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് അവനവൻ തന്നെ സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ നാട്ടിലേക്ക് പോയി നമ്മുടെ നാട്ടിൽ ചെന്ന് ഫ്ലൈറ്റിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ടെൻഡൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മുഴുവൻ നിലത്തേക്ക് വലിച്ചെറിയുക എന്നാണ്. ഇവിടെ അങ്ങനെ വലിച്ചെറിയുന്ന ഒരു പരിപാടി ഒട്ടും ഇല്ലെന്ന് ഞാൻ പറയില്ല. കാരണം വഴിയിലൊക്കെ സാധനങ്ങളൊക്കെ കിടക്കുന്ന കാണാറുണ്ട്. അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ വലിച്ചെറിയുന്നത് കൊണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ളവർ നമ്മൾ നോട്ടി പീപ്പിൾ എന്നാണ് വിളിക്കുക. നോട്ടി പീപ്പിൾ ഇവിടെ ഉള്ളവരൊന്നും സമ്മൺ നോട്ടി ഡിഡിറ്റ് എന്നാണ് അവർ പറയാറ്. അപ്പം നമ്മൾ സാധാരണ ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും പുറത്തിറങ്ങി എന്തെങ്കിലും വാങ്ങിച്ച് വഴിയിൽ വെച്ച് കഴിക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കവറും സാധനങ്ങളും അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിൽ തന്നെ പിടിച്ച് നടക്കുകയോ ചെയ്യാറ്. അടുത്ത വേസ്റ്റ് ബിൻ എവിടെയാണോ കാണുന്നത് അവിടെയാണ് നമ്മൾ കളയാറ്. അല്ലാതെ നമ്മൾ വഴിയിലിട്ടുകൊണ്ട് നടക്കുക ഒരു ശീലം പൊതുവെ ഇവിടെ കുറവാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനേഴ്സിന് ചേർന്നതല്ല. അല്ലെങ്കിൽ നമ്മൾ വേറൊരാളെ റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിക്കാണ് നമ്മുടെ പൊതു എല്ലാവരും കൂടെ യൂസ് ചെയ്യുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ, പൊതുസ്ഥലങ്ങൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിക്ക് പെരുമാറുന്നത് കൊണ്ടാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റ് നമ്മൾ അവിടെ തന്നെ ഇട്ടിട്ട് പോകാമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈവൻ ഹോസ്പിറ്റലാണെങ്കിലും കൂടെ അത് അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് പൊസിഷനിൽ ഇരിക്കുന്നവരാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും കൺസൾട്ടൻസ് ആണെങ്കിലും ആരാണെങ്കിലും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് അവർ തന്നെയാണ് കേട്ടോ സോർട്ട് ഔട്ട് ചെയ്യുക. നമ്മുടെ നാട്ടിലത്തെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു ദൈവത്തിൻ്റെ സ്ഥാനത്തുള്ളവർ, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റൊക്കെ അവർ വലിച്ചു വാരി അവിടെ ഇട്ടിട്ടോ. അപ്പോൾ അതിൻ്റെ പുറകെ നടന്ന് നമ്മൾ ഒരുമാതിരി സെർവൻസിനെ പോലെ ഓരോ വേസ്റ്റ് ഓരോ സ്ഥലത്ത് കൊണ്ട് സോർട്ട് ഔട്ട് ചെയ്തിടുക. അവർ എന്ത് പ്രൊസീജിയർ, ഡ്രസ്സിങ്ങിനോ അല്ലെങ്കിൽ എന്ത് പ്രൊസീജിയർ വന്നാലും അവർ അങ്ങനെ ചെയ്തിട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എന്ത് പ്രൊസീജിയർ ആര് ചെയ്താലും നമ്മൾ ജനറേറ്റ് ചെയ്യുന്നൊരു വേസ്റ്റ് നമ്മൾ തന്നെ സോർട്ട് ഔട്ട് ചെയ്യും. ഇൻ കേസ് വേറെ ആരെങ്കിലും സോർട്ട് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഹെൽപ്പായിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളതിന് താങ്ക് യു പറഞ്ഞിട്ട് അങ്ങനെയുള്ള രീതിക്ക് ഹെൽപ്പ് റിസീവ് ചെയ്യുന്ന രീതിക്ക് മാത്രമേ വേറെ ആരെങ്കിലും നമ്മുടെ വേസ്റ്റ് സോർട്ട് ഔട്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ തന്നെ രീതിയാണ്. അപ്പം ബാക്ക് ടു നമ്മുടെ വീട്ടിലെ വേസ്റ്റ് സോർട്ടിങ് ഔട്ട്. അപ്പം ഇന്ന് നമ്മൾ വേസ്റ്റ് എടുത്ത് പുറത്ത് വെക്കാനായിട്ട് പോവാണ് വൈകുന്നേരത്ത്. അപ്പം നമ്മുടെ പല വേസ്റ്റുകളും പല ബിന്നുകളിലാണ് പോകുന്നത്. പിന്നെ ഇത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇപ്പം ഈ ബുധനാഴ്ച ചില വേസ്റ്റുകൾ കൊണ്ടുപോയി അടുത്ത ബുധനാഴ്ച വേറെ ചില വേസ്റ്റുകളെ കൊണ്ടുപോകും. ഫുഡ് വേസ്റ്റിനകത്ത് കോമണാണ്. ഫുഡ് വേസ്റ്റ് എല്ലാ ആഴ്ചയും കൊണ്ടുപോകും. നമ്മൾ ഓർത്തെടുത്ത് വെച്ചാൽ ചിലപ്പോൾ ഞാൻ എടുത്തു വെക്കാനായിട്ട് മറന്നൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഇരിക്കാറുണ്ട്. എൻ്റെ കൂടെ വേറൊരു അമ്മച്ചിയും കൂടെ ഉണ്ട്. അമ്മച്ചി അങ്ങനെ ഓർക്കാറൊന്നുമില്ല, ഞാൻ അമ്മച്ചിനെ നിർബന്ധിക്കാറുമില്ല. പുള്ളിക്കാരി ഇവിടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചെയ്യാൻ അങ്ങനെ അധികം ക്ലീനിങ്ങും പരിപാടിയും ചെയ്യാറില്ല. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഞാൻ ക്ലീനിങ് സെക്ഷൻ കൊടുത്തിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് സെക്ഷൻ ഞാനങ്ങ് ഏറ്റെടുത്തേക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്തു വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫുഡ് വേസ്റ്റ് അവിടെ ഇരിക്കാറുണ്ട്. എന്നാലും ഫുഡ് വേസ്റ്റ് എല്ലാ ആഴ്ചയും പോകും. അപ്പം നമുക്ക് വിന്ററിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പുറത്തിരുന്നാലും ഇപ്പം -1 -2 ഒക്കെയാണ് പുറത്ത് ടെമ്പറേച്ചർ. അപ്പോൾ അത് ഫ്രീസറിൽ ഇരിക്കുന്ന പോലെ തന്നെ അവിടെ ഇരുന്നോളും, വലിയ കുഴപ്പമില്ലാതെ. സമ്മറിലൊക്കെ ആണെങ്കിൽ ഫുഡ് വേസ്റ്റ് ഒരാഴ്ച എടുത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പുഴു വരും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണയാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർ എടുത്തുകൊണ്ട് പോകും കേട്ടോ. നമുക്ക് അതൊക്കെ കാണാൻ നമുക്കൊരു സങ്കടം തോന്നാറുണ്ട്. അത്ര പുഴു വന്ന സാധനങ്ങളൊക്കെ അവർ ഡീൽ ചെയ്തുകൊണ്ട് പോകും. അപ്പം നമ്മൾ വേസ്റ്റ് എന്തായാലും ഇപ്പം പോയി മാനേജ് ചെയ്യാം. അപ്പം നമ്മുടെ ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ബിൻ ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ സിങ്കിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമ്മൾ വെച്ചേക്കാണ്. അപ്പം ഫുഡിൻ്റെ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിനകത്ത് നമ്മൾ കളക്ട് ചെയ്യുക. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് അത് എംപ്റ്റി ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് അധികം വേസ്റ്റ് ഇല്ല ഇതിനകത്ത്. ഇതിൻ്റെ പുറത്തിടാനുള്ള ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. പക്ഷെ ഇത് ഞാൻ പുറത്തുനിന്ന് ഗ്രോസറി വാങ്ങിച്ച ബാഗ്, എന്ത് ബാഗിലാണെങ്കിലും ഫുഡ് വേസ്റ്റ് അവർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫുഡ് വേസ്റ്റ് ഏത് ബാഗിലാണെങ്കിലും അത് എടുത്തോളൂ. അപ്പം
അതാണ് ഫുഡ് വേസ്റ്റിൻ്റെ. ഇനി ഇത് ജനറൽ വേസ്റ്റ് ആണ് കേട്ടോ. ജനറൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഏരിയയിൽ നിന്നുള്ള ജനറൽ വേസ്റ്റ് ബ്ലാക്ക് ബിന്നിലാണ് പോകും. അതിന് വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ ഈ ബിന്നിൻ്റെ ബാഗുകളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തന്നെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ബാഗുകളാട്ടോ. അപ്പോൾ ജനറൽ വേസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കവറുകൾ, പേപ്പർ ബിറ്റുകൾ, അങ്ങനെ ജനറൽ വേസ്റ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ബാഗിലാണ് കേട്ടോ പോവാറ്. സോ ഇത് അടുത്ത വേസ്റ്റിൻ്റെ സാധനമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഞാൻ സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ല. ഇതെനിക്കിപ്പോൾ കൊണ്ടുപോയി സോർട്ട് ഔട്ട് ചെയ്യണം. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുട്ടാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ പുറത്ത് ലൈറ്റ് ഇല്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഞാൻ രാത്രിയിലൊക്കെ വന്നാൽ ഇവിടെ തപ്പി തടവി നടക്കുക ചെയ്യാറ്. അപ്പോൾ ഈ വേസ്റ്റ് നമുക്കൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഇതൊന്ന് പുറത്തിറക്കി വെക്കണം. അപ്പോൾ നമ്മൾ മുകളിൽ കണ്ട ചെറിയ ഫുഡ് വേസ്റ്റ് ബിൻ നമ്മൾ എംപ്റ്റി ചെയ്ത് കൊണ്ടുവന്ന് വെക്കുന്ന ഈ വലിയ ഫുഡ് വേസ്റ്റ് ബിന്നിലേക്ക് കണ്ടോ. എന്നിട്ട് നമ്മളിത് കളക്ഷന് റെഡിയാക്കി അവിടെ കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം റൂമിൽ നമ്മൾ വെച്ചേക്കുന്നത് ചെറിയ വേസ്റ്റ് ബിന്നാണ്. അതിനകത്താണ് നമ്മൾ ഡെയിലി കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് വീക്കിലി അവർക്ക് എടുക്കാനായിട്ട് പാകത്തിന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഓരോ ബാഗിലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അതിനകത്ത് റീസൈക്കിളബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് പേപ്പർ അങ്ങനെയുള്ള സാധനങ്ങൾ, പേപ്പർ വേസ്റ്റുകളൊക്കെ ഓരോ ബിന്നിൽ, കുപ്പിച്ചില്ല, പാട്ട അങ്ങനെയുള്ളത് വേറൊരു സ്ഥലത്ത്, പിന്നെ അല്ലാത്ത കുറച്ച് ക്യാനുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ബ്ലൂ ബാഗിൽ, അങ്ങനെ പല പല ബാഗുകളിലായിട്ടാണ് പോകുന്നത്. അപ്പം ഞാനങ്ങനെ ഒത്തിരി കറക്റ്റായിട്ടൊന്നും സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ല. പറ്റുന്ന പോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നടക്കുന്ന വഴിക്കൊക്കെ കാണാൻ വേറെയും ബിന്നുകൾ. ഇതിപ്പോൾ ജനറൽ വേസ്റ്റിൻ്റെ ബിന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ആൾക്കാർ ഒരിത്തിരി നോട്ട് ചെയ്യണം. അവരിത് അവരുടെ വേസ്റ്റൊക്കെ കൊണ്ട് നമ്മുടെ ഇതിനകത്തിടും. അപ്പോൾ നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഇത് വേസ്റ്റ് ബിന്നിൻ്റെ ആൾക്കാരത് മാനേജ് ചെയ്യുന്ന വണ്ടിയാണ് കേട്ടോ കാണുന്നത്. ഞാനിപ്പോൾ ചെയ്തേക്കുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റ് അത്ര പ്രോപ്പർ ആണെന്ന് വെച്ചാൽ അത്ര പ്രോപ്പർ ഒന്നല്ല. കുറച്ച് നോട്ടിയൊക്കെ ആയിട്ടാണ് ഞാൻ പെരുമാറിയിരിക്കുന്നത്. പക്ഷെ എല്ലാം പൊക്കോളും, പാവങ്ങളെ കൊണ്ടുകൊള്ളും, കുഴപ്പമില്ലാത്ത അത്ര പ്രശ്നമില്ലാത്ത രീതിക്കാണ് ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. മിക്കതും തന്നെ പോകാറുണ്ട്. അങ്ങനെ നമ്മളൊത്തിരി അലമ്പായിട്ട് മാനേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോപ്പർ അല്ലാത്ത രീതിക്കാണെങ്കിൽ അവരത് വെച്ചിട്ട് എടുക്കാതെ പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ സാധാരണ ഞാൻ എടുത്ത് വെക്കുന്ന വേസ്റ്റ് എല്ലാം പോകാറുണ്ട്. അപ്പോൾ അത്ര നോട്ടിയായിട്ടല്ല ഞാൻ പെരുമാറാറെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.